എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബ്രെഡ് ഉപയോഗിച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി അമർത്തുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡും ഉരുളക്കിഴങ്ങുമാണ്. അപ്പം നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് വേവിച്ച് നന്നായി ഉടച്ചെടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്തതായി നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എരിവിനായിട്ടുള്ള കുറച്ച് പച്ചമുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളായിട്ട് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ ഗരം മസാലയും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഒന്ന് ചേർത്തിട്ട് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് ഇതിലേക്ക്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ബ്രെഡാണ്. അതിനുശേഷം ഒരു കത്തി ഉപയോഗിച്ച് ഇതൊന്ന് 3ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു കോട്ടിങ് കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ആക്കി എടുക്കണം. അതിനുശേഷം ഇതിൻ്റെ അകത്തേക്ക് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസും കൂടിയാണ്. അപ്പോൾ അതും കൂടി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബ്രെഡ് പീസ് എടുത്തിട്ട് മൈദയിൽ മുക്കി അത് ബ്രെഡ് ക്രംസിലും കൂടെ മുക്കി ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡെല്ലാം ഒന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. 2 വശവും റെഡിയായി കഴിഞ്ഞാൽ നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡും കൂടി ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ സ്നാക്സൊക്കെ ഇവിടെ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.